ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നൈക്ക ഹോളുമായിട്ടാണ്. ഞാൻ കുറേ നാളായി ഒരു നൈക്ക ഹോൾ ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ കുറേ ഐറ്റംസ് ഉണ്ട്. ഇതേ ഒരു വലിയൊരു ബോക്സിൽ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഞാൻ ഈ ഹോളിൽ വാങ്ങിയേക്കുന്ന ഐറ്റംസൊക്കെ നൈക്കയിൽ ഓഫർ ഉള്ളപ്പോഴാണ് വാങ്ങിച്ചേക്കുന്നത്. നമുക്ക് ഒട്ടും വൈകാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ചിലപ്പോൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ക്വാളിറ്റിക്കും കുറച്ച് വ്യത്യാസം ഉണ്ടാവാം, വോയിസിലും ക്വാളിറ്റിക്കും വ്യത്യാസം ഉണ്ടാവും. മൈക്കൊന്നും കുത്തിയിട്ടില്ല. സോ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും വൈകാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് എന്തായാലും ഒട്ടും വൈകാതെ തുടങ്ങാം. കുറേ ഐറ്റംസ് ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഞാനിതിൽ കുറേ ഐറ്റംസൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി. സോ അതിൻ്റെ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻസും ഞാൻ പറയാം. സോ ഫസ്റ്റ് വൺ, പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നൈസിനമൈഡ് സെറമാണ്. നൈസിനമൈഡ് 10% ആണ് ക്ലാരിറ്റി ബൂസ്റ്റ് സെറം. ഇത് ഞാൻ വാങ്ങിക്കാൻ കാര്യം, ഞാൻ കുറേ നാളായിട്ട് നൈസിനമൈഡ് സെറമാണ് സ്ഥിരമായിട്ട് എൻ്റെ സ്കിൻ കെയർ റുട്ടീനിൽ യൂസ് ചെയ്യുന്നത്. നിങ്ങളെൻ്റെ സ്കിൻ കെയർ റുട്ടീൻ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മുകളിലും ലിങ്ക് ചെയ്യാം. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ നൈസിനമൈഡ് സെറം യൂസ് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ പക്ഷേ ബ്രാൻഡുകൾ ഞാൻ മാറി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. സോ പ്ലമ്മിൻ്റെ ഈ സെറമിനെ കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. സോ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്രാവശ്യം ഇത് വാങ്ങിയേക്കുന്നത്. ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങി. സോ ഫാർ സോ ഗുഡ്. എനിക്ക് ബ്രേക്ക്ഔട്ട്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണല്ലോ നൈസിനമൈഡ്, അതുകൊണ്ടായിരിക്കാം. ബട്ട് ബ്രാൻഡ് മാറിയെന്ന് വെച്ചിട്ട് എനിക്കിതുവരെ കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇത് യൂസ് ചെയ്തിട്ട് മറ്റ് സെറംസ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന് ഞാൻ പിന്നീട് ഏതെങ്കിലും വീഡിയോസിൽ പറയാം. സോ ഫാർ സോ ഗുഡ്. അടുത്തതൊരു പെർഫ്യൂമാണ്, റെനയുടെ ബ്ലൂം പെർഫ്യൂം. ഇതിൻ്റെ റിവ്യൂസ് നോക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞു നമ്മുടെ ഗുഡ് ഗേൾ, കാരോലിന ഹെറേറയുടെ ഗുഡ് ഗേളിൻ്റെ ഡ്യൂപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിയത്. ഭയങ്കര ഇൻഎക്സ്പെൻസീവ് ആയിരുന്നു, ലൈക്ക് 300 സംതിങ്ങോ അങ്ങനെ എന്തോ. നല്ല ചീപ്പായിരുന്നു ഇതെന്തായാലും. സ്മെല്ല് അത്യാവശ്യം നല്ലതാണ്, ഫ്രേഗ്രൻസ്. ബട്ട് ഒട്ടും ലാസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് യൂസ് ചെയ്തിട്ട് റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ഇഫക്റ്റ് പോകും. അപ്പോൾ ഞാൻ ഒട്ടും ഹാപ്പി അല്ല ഇത് വെച്ചിട്ട്. അടുത്ത ഐറ്റം ഒരു ആലോവേര ജെല്ലാണ്. അഗൈൻ ഇത് പ്ലമ്മിൻ്റെയാണ്, പ്ലമ്മിൻ്റെ ഹലോ ആലോ ജസ്റ്റ് ജെൽ. ഇത് വലിയൊരു ടബാണ്. എൻ്റെ കയ്യിൽ അവിടെ ഹിമാലയയുടെ ആണെന്ന് തോന്നുന്നു ആലോവേര ജെൽ ഇരിക്കുന്നുണ്ട്. സോ ഞാൻ ഫേസൊക്കെ ഷേവ് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അത് കുറച്ച് തീരാറായി. സോ അതുകൊണ്ട് അത് റീപ്ലെനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് പ്ലമ്മിൻ്റെ അലോവേര ജെൽ. അവിടെ ഞാൻ അങ്ങനെ അലോവേര ജെല്ല് അധികം കണ്ടിട്ടില്ല. ഇനി കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നില്ല ഇവിടെ കിട്ടുന്ന അത്രയും ഒരു പ്യുവറായിട്ടുള്ളത് കിട്ടും എന്നുള്ളത്. ഇതിനെക്കുറിച്ച് നല്ല റിവ്യൂസ് കേട്ടിട്ടുണ്ട്. അത്യാവശ്യം ഇൻഎക്സ്പെൻസീവ് ആയിരുന്നു. ഇതിൽ എഴുതിയേക്കുന്ന പ്രൈസ് 395 ആണ്. ബട്ട് ഐ ബിലീവ് എനിക്കിതിൽ നല്ല ഓഫർ ഉണ്ടായിരുന്നു എന്ന്. സോ ഐ ഗെസ് അറൗണ്ട് 300 അങ്ങനെ എന്തോ ആണ് എനിക്ക് കിട്ടിയത്. സോ അതാണ് അടുത്ത ഐറ്റം. അടുത്തത് പ്ലമ്മിൻ്റെ ബോഡി ലവിങ് ഷുഗർ ബോഡി സ്ക്രബാണ്, വാനില വൈബ്സ് എന്നുള്ള വേരിയൻറ്റിൽ. ഇതും നല്ല റിവ്യൂസ് കേട്ടിട്ടുള്ളൊരു സാധനമാണ്. പ്ലം പിന്നെ എല്ലാ ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് കൊളാബ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് നല്ല റിവ്യൂസ് പറഞ്ഞാണോ എന്ന് അറിയാൻ പാടില്ല. ഇത് ഞാൻ പൊട്ടിച്ചിട്ടുമില്ല, യൂസും ചെയ്തിട്ടില്ല. ബട്ട് എനിവേസ് ഒരു സ്ക്രബാണല്ലോ. എനിക്ക് സ്ക്രബ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുമ്പ് എൻ്റെ ഷേവിങ് റുട്ടീൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വാക്സിനും ഷേവിങ്ങും ഒക്കെ ചെയ്യുന്ന ആളാണ്. സോ അതുകൊണ്ട് എപ്പോഴും നല്ലോണം സ്ക്രബൊക്കെ ചെയ്ത് വെച്ചാലാണ് എൻ്റെ സ്കിന്നിന് കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കുകയുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണിത്. ഇത് 550 റുപ്പീസാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ്. ബട്ട് എനിക്ക് ഓഫറിലാണ്, എല്ലാ ഐറ്റംസും എനിക്ക് ഓഫറിലാണ് കിട്ടിയേക്കണം. ഞാൻ ഇതിലുള്ള ആക്ച്വൽ പ്രൈസസ് പറയാം, ബട്ട് ആ പ്രൈസിലല്ല ഞാൻ വാങ്ങിയേക്കുന്നത്. ഇതിൻ്റെ ക്വാണ്ടിറ്റി 200 ഗ്രാമാണ്. പിന്നെ വാനില വേരിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ ഫ്രേഗ്രൻസ് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് നല്ലൊരു ഗോർമാൻ ഫ്രേഗ്രൻസ് ആണ്. നിങ്ങൾക്ക് അങ്ങനത്തെ പെർഫ്യൂം ഒക്കെ ഇഷ്ടമുള്ള, ഇത് സീൽഡാണ്, ഞാൻ പൊടിച്ചിട്ടില്ല, അങ്ങനത്തെ ഫ്രേഗ്രൻസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ബോഡി മിസ്റ്റും ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ എവിടെയോ ഉണ്ട്, ഞാൻ അതും കാണിച്ചു തരാം. സോ അതാണ് അടുത്ത ഐറ്റം. ഇനിയുള്ളത് 2 നെയിൽ പോളിഷാണ്. ഇത് കെ ബ്യൂട്ടിയുടെ നെയിൽ പോളിഷാണ്. ഒരെണ്ണം ഒരു ലൈലാക്ക് ഷെയ്ഡും
ഒരെണ്ണം ഒരു ന്യൂഡ് ഷെയ്ഡും. ഇത് ആക്ച്വലി ഞാൻ സൈറ്റിൽ കണ്ടപ്പോൾ ഈ ഒരു ഷെയ്ഡ് ആയിരുന്നില്ല ഞാൻ ഉദ്ദേശിച്ചത്, ബട്ട് വന്ന സ്ഥിതിക്ക് എനിവേസ് ഞാൻ യൂസ് ചെയ്യും, റിട്ടേൺ ഒന്നും ചെയ്യണില്ല. ഇതിൻ്റെ ഷെയ്ഡ് ബിറ്റർ സ്വീറ്റ് എന്നാണ്. എൻ്റെ നെയിൽസ് മൈൻഡ് ചെയ്യണ്ട കേട്ടോ, ഞാൻ ചെയ്തിട്ട് വന്നതൊക്കെ പോയി, അപ്പോൾ ഇനി അത് റിമൂവ് ചെയ്യണം. ഇതിൻ്റെ കളറ് ടെൻഡർ ലാവൻഡർ എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ് നെയിൽ പെയിൻസിൽ. സോ ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് ലാവൻഡറാണ്. സോ അതിൻ്റെ ഒരു റീസ്റ്റോക്കാണിത്. ഇത് മുന്നേ ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു നൈക്കയുടെ ലാവൻഡറാണ്, അതും നല്ലത് തന്നെയാണ്. സോ കെ ബ്യൂട്ടിയുടെ ട്രൈ ചെയ്യാമെന്ന് വെച്ചു. സോ 2 നെയിൽ പെയിൻറ്റ്സ്. പ്ലം മാറ്ററിഫിക് ലിപ്സ്റ്റിക്. ഇതും ഒത്തിരി പേര് നല്ല റിവ്യൂസ് ഇട്ട് കണ്ട ഒരു ലിപ്സ്റ്റിക്കാണ്. എനിക്കൊരു നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വേണമായിരുന്നു, സോ ഐ തോട്ട് ഐ വിൽ ട്രൈ ദിസ് വൺ. ഇതിൻ്റെ പാക്കേജിങ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മാക്കിൻ്റെ ഒക്കെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് പോലെ ഇരിക്കുന്നുണ്ട്, നല്ല ഭംഗിയുള്ള പാക്കേജിങ്. ആൻഡ് ദെൻ ദ കളർ ഈസ് ഓൾസോ ഗോർജിയസ്. എല്ലാവർക്കും സൂട്ടാകുന്ന ഒരു ബ്രൗൺ ഷെയ്ഡാണെന്നാണ് എൻ്റെ വിശ്വാസം. സോ അതാണ് അടുത്തത്. ഇതിൻ്റെ പ്രൈസ് 500 ആണ് പാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. അറൗണ്ട് 200 300 അങ്ങനെ കണ്ട റേറ്റിലാണ് എനിക്ക് കിട്ടിയത്. സൂപ്പർ ഇൻഎക്സ്പെൻസീവ്, ലവ് ദാറ്റ്. ഓൾസോ എനിക്ക് കുറേ ഫ്രീ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പ്ലമ്മിൻ്റെ ഒക്കെ എത്രയോ പ്രോഡക്ട്സ് ഇട്ടിട്ട് ഒരു എമൗണ്ടിന് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർ ഫ്രീ പ്രോഡക്ട്സ് അയക്കുന്നുണ്ടായിരുന്നു. സോ അതും ഈ കൂട്ടത്തിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് അടുത്ത ഐറ്റം. ഇത് ബോഡി ലവിങ് ബോഡി ഓയിലാണ് പ്ലമ്മിൻ്റെ, ഇൻ ദ വേരിയൻറ്റ് വാനില വൈബ്സ്. ഇതിൻ്റെ ഹവായൻ റുംബ എന്നുള്ള വേരിയൻറ്റ് ഞാൻ മുമ്പേ യൂസ് ചെയ്തിട്ടുണ്ട്, ഇതും യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, 2 വേരിയൻറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്രാവശ്യം ഞാൻ വാനിലയാണ് വാങ്ങിച്ചിരിക്കുന്നത്. സൂപ്പർ ലൈറ്റ് വെയ്റ്റ് ഹൈഡ്രേറ്റിംഗ് ഓയിലാണ്. വിൻറ്റേഴ്സിലൊക്കെ നമ്മുടെ സ്കിന്നൊന്ന് പ്ലംപ്പായിട്ടും ഹെൽത്തി ആയിട്ടും തോന്നിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. നിങ്ങൾക്ക് ബോഡി ലോഷൻസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം, അല്ലാണ്ട് യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഓയിലാണ്. ഇതിൻ്റെയും ആക്ച്വൽ പ്രൈസ് 550 ആണ്. ബട്ട് ഐ ഗോട്ട് ഇറ്റ് ഇൻ ഓഫർ. എത്രയാണെന്ന് ഓർക്കുന്നില്ല, ബട്ട് ഐ ഹാഡ് സം ഓഫർ ഓൺ ഇറ്റ്. ദ നെക്സ്റ്റ് വൺ ഇസ് ലിവോൺ സെറം. ഞാൻ ലിവോണിൻ്റെ നമ്മുടെ യൂഷ്വൽ പിങ്ക് പാക്കേജിങ്ങിലുള്ള സെറം പണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം സൈറ്റിൽ നോക്കിയപ്പോൾ ഇതിൻ്റെ ഡാമേജ് പ്രൊട്ടക്ട് സെറം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കണ്ടു. ഷീൽഡ് ഫ്രം ഹീറ്റ്, സലോൺ സ്മൂത്ത്, ബ്ലൂ ഡ്രൈഡ് ഹെയർ, ബ്ല 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 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സോ ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റ് സിറം ആണെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ലിവോൺ ഒരു ട്രസ്റ്റഡ് ബ്രാൻഡാണ്. എനിക്കിഷ്ടമാണ് അവരുടെ സെറംസൊക്കെ. ഞാൻ വേറെ പല സെറംസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ബട്ട് മുടി കുറച്ച് ഫ്രീ ആയിട്ട് കിടക്കാനായിട്ടൊക്കെ ലിവോൺ എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്രാവശ്യം അവരുടെ ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേ ട്രൈ ചെയ്യാമെന്ന് വെച്ചു. ഞാൻ ട്രൈ ചെയ്തിട്ട് നല്ലതാണെങ്കിൽ അഗൈൻ ഏതെങ്കിലും വീഡിയോയിലൊക്കെ പറയാം. നെക്സ്റ്റ് വൺ എൻ്റെ ലിപ് ബാമാണ്. ഞാൻ മുന്നത്തെ എൻ്റെ സ്കിൻ കെയർ വീഡിയോസിൽ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് ബാമാണ് ജ്യൂസി കെമിസ്ട്രിയുടെ ബ്ലഡ് ഓറഞ്ച് ആൻഡ് റോസ് ഹിപ്പ് ഓർഗാനിക് ലിപ് ബാം. ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല, ബട്ട് എൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടാകും. ഇതിൻ്റെ 2 എണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട്. എൻ്റെ റീസ്റ്റോക്കാണിത്. വിൻറ്റേഴ്സിൽ എനിക്ക് ഇത് യൂസ് ചെയ്താൽ മാത്രമാണ് ചുണ്ട് നല്ല ഡ്രൈ ആവാണ്ട് സോഫ്റ്റ് ആൻഡ് സപ്പിളായിട്ട് ഇരിക്കുകയുള്ളൂ. വേറെ എൻ്റെ കയ്യിൽ കുറേ ലിപ് ബാംസ് ഇപ്പോഴും ഉണ്ട്, ഞാനത് യൂസും ചെയ്യുന്നുണ്ട്. ബട്ട് വിൻറ്റേഴ്സിൽ ഇത് മാത്രമാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അഗൈൻ മറ്റേ ലനേഷിൻ്റെ ലിപ് സ്ലീപ്പിംഗ് മാസ്കും നല്ലതാണ് വിൻറ്റേഴ്സിൽ, ബട്ട് അത് കുറച്ച് തിക്കാണ്. അപ്പോൾ ഡേ ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പം അത്ര തിക്കല്ല, പെട്ടെന്ന് അബ്സോർബ് ആകും. സോ അതുകൊണ്ട് ഡേ ടൈമിലൊക്കെ ആണെങ്കിലും ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ്. 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെയും പ്രൈസ് 350 ആണ്. ഒരെണ്ണം 350, ഇത് 350 700, ബട്ട് അഗൈൻ ഐ ഗോട്ട് ഇറ്റ് ഓൺ ഓഫർ. സോ അത്ര ആയിട്ടില്ല എനിക്ക്. നെക്സ്റ്റ് വൺ അഗൈൻ ഒരു ലിപ് ബാമാണ്. ഇതും കുറേ ആൾക്കാർ റേവ് ചെയ്യുന്ന കേട്ടു ഈയിടെയൊക്കെ. പ്രൊമോഷൻ ആണോ എന്ന് അറിയാൻ പാടില്ല, ബട്ട് എനിവേസ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ബ്ലൂ ഹെവൻ്റെ ജെല്ലി ആൻഡ് ബട്ടർ ഹൈഡ്രേറ്റിംഗ് ലിപ് ബാമാണിത്. ഇതും സൂപ്പർ ഇൻഎക്സ്പെൻസീവ് ആയിരുന്നു. ഇത് എൻ്റെ ഷെയ്ഡ് നെയിം ഡസ്റ്റി റോസ് എന്നാണ്. ഇതിൽ എഴുതിയിരിക്കുന്ന പ്രൈസ് 200 ആണ്, ബട്ട് ഇഫ് ഐ റിമെമ്പർ റൈറ്റ് എനിക്ക് 2 ഡിജിറ്റ് പ്രൈസിലാണ് ഇത് കിട്ടിയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതുപോലൊരു പാക്കേജിങ്ങിലാണ് വരുന്നത്. ഞാൻ അധികം യൂസ് ചെയ്തില്ല, ജസ്റ്റ് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു. നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. ഒരു ലൈറ്റ് ടിൻറ്റ് ഉണ്ട് ഇതിന്. സോ ഞാൻ പകലൊക്കെ ഓഫീസിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഒരു ലൈറ്റ് ടിൻറ്റുള്ള ലിപ് ബാം യൂസ് ചെയ്യാനാണ് പ്രിഫർ ചെയ്യാറ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചത്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു.
സോ അതാണത്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാൻ ട്രൈ ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചൊരു സാധനമാണ് പിക്സിയുടെ ഓൺ ദ ഗ്ലോ ബ്ലഷ്. ഇതിൻ്റെ ഷെയ്ഡ് റൂബി. ഇത് അവിടെയും കിട്ടും. എനിക്ക് തോന്നുന്നു പിക്സിയുടെ പ്രോഡക്റ്റ്സ് ഒക്കെ ഇന്ത്യയിലെക്കാട്ടിലും അവിടെ തന്നെയാണ്, അയർലൻഡിൽ തന്നെയാണ് കുറച്ചുകൂടെ ചീപ്പറായിട്ട് കിട്ടുന്നത്. ബട്ട് നൈക്കയിൽ ഓഫർ വന്നപ്പോൾ നോക്കിയപ്പം ഈ സാധനം അവിടെ കിട്ടുന്നതിലും വില കുറവിലുണ്ടായിരുന്നു. സോ ഞാനിത് ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു. ആൻഡ് ഐ ലവ് ഇറ്റ്. ഞാനിത് സ്റ്റാർട്ട് ചെയ്തു യൂസ് ചെയ്യാനായിട്ട്. ആൻഡ് ഐ ലവ് ഇറ്റ്. ഇത് നല്ല ഡ്യൂവി ആയിട്ടുള്ള ഒരു എന്താ പറയുക ബ്ലഷാണ്. ഈ റൂബി എന്ന് പറയുന്ന ഷെയ്ഡ് എനിക്ക് തോന്നുന്നു ഒരു ഇന്ത്യൻ സ്കിൻ ടോൺസിനൊക്കെ എല്ലാ സ്കിൻ ടോൺസിനും സൂട്ടാകുന്ന ടൈപ്പ് ഒരു ഷെയ്ഡാണ്. ഇപ്പോഴും ഞാനിത് തന്നെയാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ ക്യാമറയിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നറിയില്ല, ഞാൻ കുറച്ച് നേരം ഇതിട്ടിട്ട്. സോ പോയോന്നറിയില്ല. ബട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിതാണ്. കുറേ നേരമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഷെയ്ഡാണ് കാണുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വിൻറ്റേഴ്സിലൊക്കെ എന്താ പറയുക പൗഡർ ബ്ലഷസിനെക്കാട്ടിലും എനിക്ക് താല്പര്യം ഒരു ക്രീമി ബ്ലഷ് യൂസ് ചെയ്യാനാണ്. അതിന് പെർഫെക്റ്റ് ആണിത്. ഇതിന് വേറെ 2 ഷെയ്ഡ്സും കൂടി ഉണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും ഷെയ്ഡ് ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. ബട്ട് ഇത് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 1950 ആണ്. എനിക്ക് ഓഫറിലാണ് കിട്ടിയത്. ആൻഡ് അയർലൻഡിനെക്കാട്ടിലും ഇവിടെ കുറവ് പ്രൈസിൽ കണ്ടു. അങ്ങനെയാണത് വാങ്ങിയത്. ആൻഡ് പിക്സിയിൽ വേറെ എന്തോ ഓഫറും കൂടെ, മീൻസ് കോംബോ ഓഫർ ടൈപ്പ് എന്തോ നടക്കുന്നുണ്ടായിരുന്നു. സോ അതിൻ്റെ കൂടെ എനിക്ക് ഒരു മിനി സംഭവം ഫ്രീ കിട്ടിയിട്ടുണ്ട്. ഇത് പിക്സിയുടെ ഗ്ലോ ടോണിക് ആണ്. 5% ഗ്ലൈക്കോളിക് ആസിഡ് എക്സ്ഫോളിയേറ്റിംഗ് ടോണർ. ഓ ദാറ്റ്സ് എ മൗത്ത് ഫുൾ. സോ അതാണിത്. അതിന് പ്രൈസ് ഒന്നും എഴുതിയിട്ടില്ല. ലൈക്ക് ഇതൊരു മിനി സംഭവമാണ്. 15 ml മിനി ബോട്ടിലാണ്. ഐ ഹാവൻ സ്റ്റാർട്ടഡ് യൂസിങ് ഇറ്റ് ബട്ട് ഐ heard great things about it, so I'll try this and let you know. എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ I'll maybe get the full size bottle and so yeah, that's it. നെക്സ്റ്റ് വൺ കാജലാണ്. കാജൽ ഞാൻ കുറേ വാങ്ങിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ എവിടെയൊക്കെയോ ഉണ്ട്. ഒരെണ്ണം നൈക്കയുടെ ബ്ലാക്ക് മാജിക് കാജലാണ്. നെക്സ്റ്റ് വൺ കളർ ബാറിൻ്റെ ഇൻറ്റൻസിറ്റി റിച്ച് കാജൽ. ഇത് 2 എണ്ണം ഉണ്ട്. നൈക്കയുടേത് ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്, നല്ലതാണ്. കളർ ബാർ ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം. ട്രൈ ചെയ്തിട്ടില്ല, സോ അറിയില്ല എങ്ങനെ ഉണ്ടാവുമെന്ന്. എൻ്റെ വാട്ടർ ലൈൻ കുറച്ച് പെട്ടെന്ന് സാധനങ്ങൾ അലിയിപ്പിച്ച് കളയുന്ന വാട്ടർ ലൈനാണ്. സോ ഏത് കാജൽ യൂസ് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ കാണാനൊന്നും ഉണ്ടാവില്ല. സോ ഓക്കെ ആണ് നൈക്ക. ഒത്തിരി കംപ്ലയിൻസ് ഒന്നും പറയാനില്ല. കളർ ബാർ ഐ എം നോട്ട് ടു ഷുവർ. ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം. നൈക്ക വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. സോ 2 നൈക്ക, 2 കളർ ബാർ കാജൽസ് ഉണ്ട്. ഇതും എനിക്ക് ഫ്രീ കിട്ടിയൊരു സാധനമാണ്. പ്ലമ്മിൻ്റെ എത്രയോ എമൗണ്ടിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും, മേളിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രീ വന്ന സാധനമാണ്. പ്ലമ്മിൻ്റെ ഞാൻ ഒത്തിരി പ്രോഡക്റ്റ്സ് എടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് പ്ലമ്മിൻ്റെ 1-2 ഐറ്റംസ് എനിക്ക് ഫ്രീ വന്നിട്ടുണ്ട്. സോ ഇതൊരെണ്ണം പ്ലമ്മിൻ്റെ ഫ്രീ ഐറ്റം ആയിരുന്നു. ഇത് പ്ലമ്മിൻ്റെ ബോഡി ലവിങ് ബോഡി മിസ്റ്റ് എന്ന വേരിയൻറ്റ് ഫീലിംഗ് സോ റോസ് ആണ്. ഞാനിത് ഒബ്വിയസ്ലി പൊട്ടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്രേഗ്രൻസ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. റോസ് ആയതുകൊണ്ട് ഫ്ലോറൽ സ്മെല്ലായിരിക്കും. ഒത്തിരി നോഷിയേറ്റിംഗ് ആവില്ല എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ എൻ്റെ സ്കിൻ കെയർ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഹോളി ഗ്രെയിൽ ഐറ്റമാണ്. ആൻഡ് ഇപ്പം ഞാനത് എത്ര എണ്ണം വാങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ എനിക്ക് അതെന്തോരം ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന എസൻസ് അഡ്വാൻസ്ഡ് സ്നെയിൽ 96 മ്യൂസിൻ പവർ എസൻസ് ആണ്, കോസാറെക്സിൻ്റെ. ഇത് എൻ്റെ ഹോളി ഗ്രെയിൽ ഐറ്റമാണ്. ഞാൻ അന്ന് ആ വീഡിയോ ഉണ്ടാക്കുന്നത് എനിക്ക് 1.5 വർഷം മുന്നെയാണ് ഞാൻ ആ വീഡിയോ ഉണ്ടാക്കി. ഓൾമോസ്റ്റ് 2 years മുന്നെയാണ്. അന്ന് തന്നെ ഞാൻ ഓൾറെഡി എത്രയോ ബോട്ടിൽസ് അതിൻ്റെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ അയർലൻഡിൽ വെച്ചിട്ട് വന്നിട്ട് ഞാൻ കൊണ്ടുവന്നില്ല. ബിക്കോസ് ഇതൊക്കെ ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സോ ഇതൊക്കെ പൊട്ടിച്ച് യൂസ് ചെയ്യാന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ ഇരിക്കുന്ന സാധനം കൊണ്ടുവന്നിട്ടില്ല. അവിടെ എനിക്ക് ഓൾറെഡി അതിൻ്റെ സ്റ്റോക്ക് ഉണ്ട്. പ്ലസ് ഞാൻ റീസ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ട്. ഒരു ബോട്ടിൽ 2 കൂടി ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. 1, 2 and 3. സോ ഇത് എനിക്ക് എത്രത്തോളം ഇഷ്ടമാണെന്നുള്ളത് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒരു ബോട്ടിലെങ്കിലും നിങ്ങൾ വാങ്ങി ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുള്ളത് ഉറപ്പാണ്. ഇത് സ്കിന്ന് നല്ല യൂത്ത്ഫുള്ളായിട്ടും നല്ല എന്താ പറയുക സ്മൂത്തായിട്ടും പ്ലംപി ആയിട്ടും ഒക്കെ ഇരിക്കാനായിട്ട് ഒത്തിരി നല്ലതാണ്. ആൻറ്റി ഏജിങ് പവറുള്ള സാധനമാണ് ഈ സ്നെയിൽ മ്യൂസിക് എന്ന് പറയുന്നത്. സോ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ദിസ് 1 bottle is going to last you like more than 1 year. It's a bit expensive. Like ഇതിന് എത്രയാണ് 1450 ആണ് ഒരു ബോട്ടിലിൻ്റെ പ്രൈസ്.
ഇഫ് ഐ റിമെമ്പർ റൈറ്റ് 1200 അതോ 1000 സംതിങ്ങിനെങ്ങാണ്ടാണ് എനിക്ക് കിട്ടിയത്. സോ അതുകൊണ്ടാണ് ഞാൻ ലാഭകരമായിട്ട് വാങ്ങിക്കൂട്ടിയത്. ഇതേ സാധനം ഞാൻ അവിടെ നോക്കുമ്പോൾ ഇറ്റ്സ് സൂപ്പർ എക്സ്പെൻസീവ്. ലൈക്ക് ഒരു ബോട്ടിലിന് തന്നെ 31 യൂറോസ് ഒക്കെയാണ് കാണിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണി ആക്കി കൺവേർട്ട് ചെയ്ത് നോക്കുമല്ലോ, ഞാൻ ഇപ്പോഴും എല്ലാ സാധനങ്ങളും ഇന്ത്യൻ മണിയാക്കി കൺവേർട്ട് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിക്കാറ്. സോ എന്തായാലും നമ്മളിവിടെ വരുന്നുണ്ട്, ഇന്ത്യയിൽ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ, അവിടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോണതാണ് ബുദ്ധിപരമായ നീക്കം. സോ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ്. അവിടെ 31 യൂറോസ് ആണ് പറഞ്ഞത്. സോ ആ പ്രൈസിന് എനിക്ക് 3 കിട്ടി ഇവിടെ. സോ ഇറ്റ്സ് ഗേൾ മാത്സ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ അഗൈൻ ബോഡി മിസ്റ്റ് ആണ്. പ്ലമ്മിൻ്റെ ബോഡി ലവിങ് വാനില വൈബ്സ് ബോഡി മിസ്റ്റ്. ഞാൻ മറ്റേ നേരത്തെ ബോഡി ഓയിൽ കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ബോഡി മിസ്റ്റ് വാങ്ങിയിട്ടുണ്ടെന്ന്. ആ സംഭവമാണിത്. ഞാൻ മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു വാനില ഫ്ലേവേർഡ് സ്വീറ്റ് ആയിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ആണ്. വാനില ഫ്ലേവേഴ്സ്, വാനില ഫ്രേഗ്രൻസസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഇഷ്ടമാവും. നെക്സ്റ്റ് വൺ എൻ്റെ സ്ക്വാലീൻ ഓയിലാണ്. ഞാൻ എൻ്റെ വിൻ്റർ സ്കിൻ കെയർ റുട്ടീൻ കാണിച്ചപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ വിൻ്റേഴ്സ് ആകുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു ലൈറ്റ് വെയ്റ്റ് ഓയിൽ ഫേസിൽ യൂസ് ചെയ്യാറുണ്ട്, ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ചേക്കുന്നത് മിനിമലിസ്റ്റിൻ്റെ സ്ക്വാലീൻ ഓയിലാണ്. 100% സ്ക്വാലീൻ. ഇതിൻ്റെ 2 വാങ്ങിയിട്ടുണ്ട്. ഞാൻ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഓർഡിനറിയുടെ സ്ക്വാലീൻ യൂസ് ചെയ്തിട്ടുണ്ട്, സുഗന്ധയുടെ സ്ക്വാലീൻ യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ലത് തന്നെയാണ്. ഇപ്രാവശ്യം മിനിമലിസ്റ്റിൻ്റെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ 2 വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 699 ആണ് ഫോർ 1 ബോട്ടിൽ. ഇത് 30 ml ബോട്ടിലാണ്. ആൻഡ് ഐവ് ഗോട്ട് 2, ബട്ട് അഗൈൻ ഇറ്റ്സ് ഓൺ ഓഫർ. സോ ആൻഡ് ദെൻ ഒരു സാമ്പിൾ സൈസ് സാധനം ഫ്രീ കിട്ടിയത് പ്ലമ്മിൻ്റെ. ഇത് പ്ലം ബോഡി ലവിങ് ബോഡി മിസ്റ്റ് ഇൻ ദ വേരിയൻറ്റ് സ്മോക്കിംഗ് വാനിലയാണ്. ഇതിൻ്റെ ഫുൾ സൈസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഓൾമോസ്റ്റ് പോകാറാകുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഡെലിവറി ഡേറ്റ് കാണിക്കുന്നത്. സോ ഐ തോട്ട് ഐ ഷൂട്ട് ദ നൈക്ക ഹോൾ, ബിക്കോസ് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഷൂട്ട് ചെയ്തിട്ട് വേണം എനിക്ക് പാക്ക് ചെയ്യാനായിട്ട്. സോ അതുകൊണ്ട് ഇത് ഷൂട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ബട്ട് ഐ എം ഗെറ്റിംഗ് ദ ഫുൾ സൈസ്ഡ് വേർഷൻ ഫോർ ദിസ് വൺ. ആൻഡ് ഇത് അടിപൊളി സ്മെല്ലാണ്. ഇതൊരു സ്വീറ്റ് വനില ഫ്ലേവർ ആണെങ്കിൽ, ഫ്രേഗ്രൻസ് ആണെങ്കിൽ, ഇതൊരു സ്മോക്കി ഫ്രേഗ്രൻസ് ആണ്. ലൈക്ക് ഒരു മസ്കി ബേസ് ഉണ്ട് ഇതിന്. സോ ദിസ് ഇസ് ലൈക്ക് മോർ ലോങ് ലാസ്റ്റിംഗ് ആൻഡ് potent. So I'm hoping I'll like this more. അതിനെക്കാട്ടിലും നെക്സ്റ്റ് വൺ മാക്കിൻ്റെ ഫിക്സ് പ്ലസ് ആണ്. നോർമൽ വേരിയൻ്റ് ആണിത്. ഫിക്സ് പ്ലസിൻ്റെ പല 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 വേരിയൻസ് ഉണ്ട്. എനിക്ക് നോർമൽ വേരിയൻ്റ് ആണ് ഇഷ്ടം. നോർമൽ വേരിയൻറ്റിനാണ് ഒരു ഡ്യൂയി ഫിനിഷ് ഉള്ളത്. സോ അത് വാങ്ങിയിട്ടുണ്ട്. ഇത് 100 ml ബോട്ടിലാണ്. ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഓൾറെഡി എല്ലാവർക്കും അറിയണതാണ്. OG സാധനമാണ് മാക്കിൻ്റെ, അടിപൊളിയാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇതിൻ്റെ ഡിസ്പെൻസർ എനിക്ക് പ്രത്യേകിച്ചും ഇഷ്ടമാണ്. നല്ലൊരു ഈവൻ മിസ്റ്റാണ് വരിക. സോ ഗോട്ട് ദാറ്റ് വൺ. ഇതിന് ഓഫർ ഉണ്ടായിരുന്നു, ബട്ട് വലിയ ഓഫറൊന്നും ഇല്ലായിരുന്നു. ഓൾമോസ്റ്റ് ഫുൾ പ്രൈസ് കൊടുത്തിട്ടുണ്ട് ഇതിന്. ആൻഡ് ദെൻ അഗൈൻ കോസാറെക്സിൻ്റെ 2 സാധനം കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതെൻ്റെ ഫസ്റ്റ് ടൈം ആണ്. ഇത് ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടില്ല, ബട്ട് നല്ല റിവ്യൂസൊക്കെ കണ്ടതുകൊണ്ട് ഞാൻ 2 വാങ്ങി. ഇത് അഡ്വാൻസ്ഡ് സ്നെയിൽ 92 ഓൾ ഇൻ വൺ ക്രീമാണ്. അപ്പോൾ ഞാൻ കുറേ ഷൂട്ട് ചെയ്തായിരുന്നു. അതിൻ്റെ ഇടയിൽ ഫോൺ ഓഫായി പോയ കാര്യം ഞാൻ അറിഞ്ഞില്ല. സോ ഒരു പാട്ട് ഞാൻ ഒന്നുകൂടെ ഷൂട്ട് ചെയ്യുകയാണ്. സോ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഓൾ ഇൻ വൺ ക്രീമിനെ കുറിച്ചായിരുന്നു. സോ ഞാൻ ഈ വിൻ്ററിൽ ഇത് ട്രൈ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിലൂടെ അറിയിക്കാം. ഇതിൻ്റെ പ്രൈസ് വന്നിരുന്നത് 1650 ആണ്. ബട്ട് അഗൈൻ എനിക്ക് ഓഫറിൽ കിട്ടി. ഞാൻ 2 എടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ റിവ്യൂ ഞാൻ പിന്നീട് അറിയിക്കാം. അടുത്തത് ഈ ഒരു ലിഫ്റ്റർ ഗ്ലോസ് ആണ് മെബലിൻ്റെ. ഇതെനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഗ്ലോസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോസ് ആണ്. ഒന്നും നമ്മുടെ ചുണ്ടിൻ്റെ പുറത്തിങ്ങനെ ഇരിക്കണ പോലും തോന്നില്ല. അതുപോലെ ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ എടുത്തിരിക്കുന്നത് പെറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇത് നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്, ന്യൂഡ് പിങ്ക് ഷെയ്ഡാണ്. സോ ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വേറെ ഷെയ്ഡ്സ് ഞാൻ പിന്നീട് ട്രൈ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണിത്. ഇതിൻ്റെ പ്രൈസ് 799 ആണ് ആക്ച്വൽ പ്രൈസ്. ബട്ട് ഓഫറിൽ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അടുത്തത് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ആൽക്കഹോൾ ഫ്രീ ടോണറാണ്. ഇത് ഞാൻ ഏജസ് എഗോ യൂസ് ചെയ്തിട്ടുണ്ട്, പണ്ട്. എനിക്ക് അന്ന് ഇഷ്ടപ്പെട്ട സാധനമാണ്. ഇപ്പോൾ ഞാൻ അങ്ങനെ റിലീജിയസ്ലി ടോണറൊന്നും യൂസ് ചെയ്യാറില്ല. ചിലപ്പോൾ യൂസ് ചെയ്യും, ചിലപ്പോൾ ചെയ്യില്ല, അങ്ങനെയൊക്കെയാണ്. ഇത് ഫ്രീ ആയിട്ട് കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ യൂസ് ചെയ്യാൻ പോകും. അടുത്തത് മിനിമലിസ്റ്റിൻ്റെ ഓട്ട് എക്സ്ട്രാക്ട് ജെൻറ്റൽ ക്ലെൻസർ ആണ്. ഇതെനിക്ക് ഫ്രീ കിട്ടിയ സാധനമാണ്. ഈ പ്ലമ്മിൻ്റെ സാധനം എനിക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ. മിനിമലിസ്റ്റിൻ്റെ ഇതും എനിക്ക് ഫ്രീ തന്നെ വന്നതാണ്.
ഇതൊരു വളരെ ജെൻറ്റിലായിട്ടുള്ള ഒരു ലൈറ്റ് വെയ്റ്റ് ക്ലെൻസറാണ്. സോ നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിന്നുള്ളവരാണെങ്കിൽ എന്തായാലും സൂട്ടാകും. ബട്ട് ഒത്തിരി ഫോമപ്പ് ഒന്നും ആകില്ല. സോ ഒരു പതയണ ഇഫക്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ഇതിലുണ്ടാവില്ല. എനിക്കങ്ങനെ കുറച്ച് പതയണ സാധനങ്ങളാണ് ഇഷ്ടം. ബട്ട് ഇതങ്ങനെയല്ല. പക്ഷെ നല്ലൊരു ക്ലെൻസറാണ്. നമ്മുടെ സ്കിന്നൊക്കെ നല്ലോണം ക്ലീൻ ആക്കും. അപ്പോൾ അതിൻ്റെ പണി അതെടുക്കുന്നുണ്ട്. ബട്ട് ടെക്സ്ചർ ഒരു ലൈറ്റ് വെയ്റ്റ് ഓയിൽ പോലെയൊക്കെയാണ്. സോ അത് മാത്രമേ ഉള്ളൂ. നല്ലൊരു ജെൻറ്റിൽ ക്ലെൻസറാണ്. അടുത്തത് കെ ബ്യൂട്ടിയുടെ ഒരു ലിക്വിഡ് ഐലൈനറാണ്. ഇതിൻ്റെ ഷെയ്ഡ് എക്സോട്ടിക് ഇൻഡിഗോ. സോ എനിക്കൊരു ബ്ലൂ ഐലൈനർ വേണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് എടുത്തതാണിത്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. സോ എങ്ങനെയാണ് ഇതിൻ്റെ ഫോമുല എന്നൊന്നും അറിയാൻ പാടില്ല. ബട്ട് ഐ ഹേർഡ് ഗുഡ് തിങ്സ് അബൌട്ട് ഇറ്റ്. സോ ഐ ഹാവ് ഹൈ ഹോപ്സ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് ഇതുമേ എഴുതിയിട്ടില്ല. ബട്ട് അഗൈൻ എനിക്ക് ഓഫറിൽ തന്നെയാണ് ഇത് കിട്ടിയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതോ ഫുൾ പ്രൈസ് ഇതിന് കൊടുത്തിട്ടുണ്ടോ എന്നൊരു ചെറിയ ഡൗട്ടുണ്ട്. ബട്ട് നല്ലൊരു കളറാണ്. സോ ഐ ഹാവ് ഹൈ ഹോപ്സ്. അടുത്തത് അനോമലിയുടെ ഒരു ഷാംപൂ ആണ്. അനോമലി നിങ്ങൾക്ക് അറിയായിരിക്കും, പ്രിയങ്ക ചോപ്രയുടെ ഹെയർ കെയർ ബ്രാൻഡാണ്. ഇത് ഇഫ് ഐ എം നോട്ട് റോങ് USA-ലും ഇന്ത്യയിലും ആണ് അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. സോ അയർലൻഡിൽ കിട്ടില്ല. സോ ഞാൻ ഓർത്ത് ഇത് ഇവിടുന്ന് ട്രൈ ചെയ്യാമെന്ന്. ഇതിൽ റൈസ് വാട്ടർ ആൻഡ് ആംല ഓയിലാണുള്ളത്. ഇത് സ്ട്രെങ്തനിങ് ഷാംപൂ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ പൊട്ടിച്ചിട്ടുമില്ല, ട്രൈ ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് എനിക്ക് റിവ്യൂ ഒന്നും പറയാറായിട്ടില്ല. ഞാൻ ട്രൈ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഷോർട്സ് ആയിട്ടോ മറ്റോ റിവ്യൂ ഇടാം. ഇതിൻ്റെ പ്രൈസ് 820 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ്. അഗൈൻ ഇത് എന്തോ ഓഫർ ഉണ്ടായിരുന്നു, അപ്പോഴാണ് കിട്ടിയത്. സോ ഫുൾ പ്രൈസ് ഞാൻ എന്തായാലും ഇതിനും കൊടുത്തിട്ടില്ല. സോ അതാണ് ലാസ്റ്റ് ഐറ്റം. ആൻഡ് ഇതൊരു നെയിൽ പെയിൻ്റ് ആണ്. ഇത് എന്തിൻ്റെയോ കൂടെ ഫ്രീ വന്നതാണ്. ഇതിൻ്റെ ഷെയ്ഡ് മഡി റെഡ് ആണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പീച്ച് കളർ. സോ ഐ ഗസ് ഐ വിൽ യൂസ് ദാറ്റ് ടു. ഒരു കുഞ്ഞി ക്യൂട്ട് നെയിൽ പെയിൻ്റ് ആണിത്. ഇനി എനിക്ക് വരാനുള്ള 2 ഐറ്റംസ്. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, പ്ലമ്മിൻ്റെ ബോഡി ലവിങ് റേഞ്ചിലുള്ള സ്മോക്കി വനില ബോഡി മിസ്റ്റ് വരാനുണ്ട്, ഫുൾ സൈസ്. ആൻഡ് ദെൻ വരാനുള്ളത് എൻ്റെ റേസറിൻ്റെ കാർട്രിഡ്ജസ് ആണ്. സോ ഞാൻ നേരത്തെ കാണിച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ആയിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ജിലെറ്റിൻ്റെ വീനസ് റേസേഴ്സ് ആണ്. അതിൻ്റെ കാർട്രിഡ്ജസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും വന്നിട്ടില്ല. സോ അതും കൂടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ നൈക്ക ഹോള് കംപ്ലീറ്റ് ആകും. സോ ഇതൊക്കെയായിരുന്നു എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്ന ഐറ്റംസ്. അപ്പോൾ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇതിൽ നിന്ന് എൻ്റെ സ്കിൻ കെയർ ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ഐറ്റംസിൻ്റെയൊക്കെ റിവ്യൂസ് ഞാൻ ഏതെങ്കിലുമൊക്കെ വീഡിയോ കൂടെ ഷെയർ ചെയ്യാം. സോ നിങ്ങൾ ഇതുപോലെ സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നൈക്ക ട്രൈ ആവുന്നതാണ്. അതിൽ ഓഫേഴ്സ് വരുമ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയുക, നമുക്ക് ലാഭകരമായിട്ട് വാങ്ങിക്കാൻ പറ്റും. ഞാൻ ഇത്രയും സാധനം വാങ്ങിച്ചതിലെല്ലാം ഓഫേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് കമ്പാരിറ്റീവ്ലി ചീപ്പായിട്ടാണ് കാര്യങ്ങൾ കിട്ടിയിരിക്കുന്നത്. സോ ഐ എം സൂപ്പർ ഹാപ്പി വിത്ത് ദാറ്റ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് ഒക്കെ താഴെ വീഡിയോയുടെ താഴെ എഴുതി അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.